റൊട്ടേഷൻ ഓപ്പറേറ്റർ ഫോർ സ്പിൻ ഹാഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെഡ് ഡയറക്ഷൻ എബൌട്ട് ആയിട്ടുള്ള ഒരു സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ കേസിൽ സെഡ് ഡയറക്ഷൻ എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് എസ് എക്സ്, എസ് വൈ, എസ് സെഡ് ഈ മൂന്ന് ഓപ്പറേറ്റേഴ്സിനും, അതായത് എക്സ് കമ്പണൻ്റ് ഓഫ് സ്പിന്ന്, വൈ കമ്പണൻ്റ് ഓഫ് സ്പിന്ന്, സെഡ് കമ്പണൻ്റ് ഓഫ് സ്പിന്ന്, ഈ മൂന്നെണ്ണത്തിൻ്റെയും മെട്രിക്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ പോളി സ്പിൻ മെട്രിക്സസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഇവർ, അല്ലേ? എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു സിഗ്മ എക്സ്, എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു സിഗ്മ വൈ, എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു സിഗ്മ സെഡ്. ഇതാണ് എസ് എക്സ്, എക്സ് വൈ, എസ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഓരോ മെട്രിക്സുകളുടെ കേസിലും നമുക്ക് ഐഗൺ വാല്യൂസ് വരുന്നത് പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ 2 ആയിരിക്കും. ആൻഡ് ആ ഓരോ എണ്ണത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സും നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? 1/√2 1 1ഉം 1/√2 1 - 1 ആണ് എസ് എക്സിൻ്റെ കേസിൽ, അതായത് എസ് എക്സ് പ്ലസും എസ് എക്സ് മൈനസും. അതുപോലെ എസ് വൈയുടെ കേസിൽ 1/√2 1 ഐയും 1/√2 1 - ഐയുമാണ് വരുന്നത്. അതാണ് എസ് വൈ പ്ലസും എസ് വൈ മൈനസും വരുന്നത്. ദെൻ എസ് സെഡിൻ്റെ കേസിൽ 1 0ഉം 0 1ഉം ആണ്. അതിനെ നമ്മൾ ജസ്റ്റ് പ്ലസ് എന്നും മൈനസ് എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഓപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ, അതായത് കെറ്റ് പ്ലസ് ബ്രാ മൈനസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് കെറ്റ് ഇൻറ്റു ബ്രാ ആണ്. ബ്രാ ഇൻറ്റു കെറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരാറ്? സ്കേലാർ വരാറ്, അല്ലേ? ബ്രാ ഇൻറ്റു കെറ്റ്, അതാണ് നമ്മുടെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കെറ്റ് ഇൻറ്റു ബ്രായാണ്. ഓക്കെ, കെറ്റ് ഇൻറ്റു ബ്രാ ആയതുകൊണ്ട് തന്നെ കെറ്റ് പ്ലസ് എന്ന് പറയുന്നത് 1 0 ആണ്, കോളം മെട്രിക്സ് 1 0 ആണ്. ദെൻ ബ്രാ മൈനസ് ആണ് വേണ്ടത്. ബ്രാ മൈനസ് എന്ന് പറയുമ്പം കെറ്റ് മൈനസ് നമുക്ക് 0 1 എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആണ്. സോ കറസ്പോണ്ടിങ് ബ്രാ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളം മെട്രിക്സ് എന്തായിട്ട് മാറും? ഡ്യുവൽ സ്പേസിലേക്ക് പോകുമ്പം റോ മെട്രിക്സ് ആയിട്ട് മാറും, അല്ലേ? അപ്പോൾ ഈ 0 1 എന്ന് പറയുന്ന കോളം മെട്രിക്സ് 0 1 എന്ന് പറയുന്ന റോ മെട്രിക്സ് ആയിട്ട് മാറും. ഏതായിട്ട് എഴുതുമ്പോൾ? ബ്രാ ആയിട്ട് എഴുതുമ്പോൾ. ഓക്കെ, സോ ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 1 0 0 ആയിരിക്കും. അതായത് ഇതിലെ ഫസ്റ്റ് സാധാരണ നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ, ഫസ്റ്റ് റോയിലെ ആളെ എടുക്കുന്നു, 1 ഇൻറ്റു 0, അത് 0 വരും. ദെൻ 1 ഇൻറ്റു 1, ദാറ്റ് ഇസ് 1. പിന്നെ 0 ഇൻറ്റു 0, ദാറ്റ് ഇസ് 0. ദെൻ 0 ഇൻറ്റു 1, ദാറ്റ് ഇസ് ഓൾസോ 0. ഓക്കെ, അതുപോലെ നമ്മൾ കെറ്റ് മൈനസ് ബ്രാ പ്ലസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും, ഒരു ഓപ്പറേറ്റർ കിട്ടും. സെയിം വേയിൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഇത്ര ഓർക്കുക, നമുക്കറിയാം കെറ്റ് എന്ന് പറയുമ്പം അത് കോളം മെട്രിക്സ് ആയിരിക്കും, ബ്രാ എന്ന് പറയുമ്പം അത് റോ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എസ് എക്സ് പറഞ്ഞു, അല്ലേ? എസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു 0 1 1 0 ആണ്, അല്ലേ? സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ആളെന്ന് പറയുന്നത് 0 1 0 0ഉം 0 0 1 0ഉം ആണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഈ ഒരു മെട്രിക്സിനെ കിട്ടും, അല്ലേ? പിന്നെ ഒരു എച്ച് ക്രോസ് ബൈ 2ൻ്റെ കുറവേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് എസ് എക്സ് എന്ന് പറയുന്ന ആളെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എച്ച് ക്രോസ് ബൈ 2 ഇൻറ്റു ദിസ് പ്ലസ് ദിസ്, അല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ. സോ എസ് എക്സ് എന്ന് പറയുന്ന എക്സ് കമ്പണൻ്റ് ഓഫ് സ്പിൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ വി ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് എസ് സെഡ്. എസ് സെഡിൻ്റെ ഐഗൺ വെക്റ്റേഴ്സാണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അല്ലേ? പ്ലസ് മൈനസ് എന്ന് പറയുന്ന എസ് സെഡിൻ്റെ ഐഗൺ വെക്റ്റേഴ്സിൻ്റെ ടേമിൽ വി ക്യാൻ എക്സ്പ്രസ് ദ ഓപ്പറേറ്റർ എസ് എക്സ് ആസ് ദിസ്, അല്ലേ? ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാലും, അതായത് എസ് വൈനെയും എസ് സെഡിനെയും ഒക്കെ നിങ്ങൾക്ക് ഇവരുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഫോംസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഈ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ എസ് വൈയുടെ ഈ ഒരു സംഭവം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നും, അതുപോലെ എസ് സെഡിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സിനെ എല്ലാം നമ്മുടെ ബേസിസ് ആയിട്ടുള്ള എസ് സെഡിൻ്റെ ഐഗൺ വെക്റ്റേഴ്സിൻ്റെ ടേമിൽ അല്ലെങ്കിൽ ഐഗൺ സ്റ്റേറ്റ്സിൻ്റെ ടേമിൽ
നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓപ്പറേറ്റേഴ്സ്, നമ്മളിപ്പോൾ ഈ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന SX, SY, SZ ഇതാരാണ്? സ്പിൻ കമ്പണൻസ് ആണ് അല്ലേ. ഈ സ്പിൻ കമ്പണൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഓപ്പറേറ്റേഴ്സ് ആക്ച്വലി നമ്മുടെ നേരത്തെ പറഞ്ഞ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഇല്ലേ, ഏതാണത്? JI, JJ = IH ക്രോസ് എപ്സിലോൺ IJK. ഈ ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, SX, SY, SZ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സ്പിന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പണൻസ് ആണ് ഇത് അല്ലേ, SX, SY, SZ. സോ സ്പിൻ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആര്? SX, SY, SZ. നമ്മുടെ ഈ JI, JJ എന്ന് പറയുന്നത് റൊട്ടേഷൻ്റെ ജനറേറ്റേഴ്സ് ആയിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം കമ്പണൻസ് ആണ്. ഓക്കെ, അപ്പം സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കമ്പണൻസ് ആണ് ആര്? SI, SJ, അതായത് SX, SY, SZ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അവരുടെ കേസിൽ എങ്ങനെയാണ് ഈ ഒരു റൊട്ടേഷൻ സംഭവിക്കുമ്പം നമ്മുടെ സ്റ്റേറ്റ് കെറ്റിന് എന്ത് മാറ്റമാണ് വരിക, അതുപോലെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂസിന് എന്ത് മാറ്റമാണ് വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? SX, SY, SZുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ, അവിടുത്തെ റൊട്ടേഷന് കാരണക്കാരായ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് SX, SY, SZ. ഓക്കെ, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. സോ നമ്മൾ ആദ്യം ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ ആൽഫ എന്ന് വിചാരിക്കാം. ദെൻ വി ആർ റൊട്ടേറ്റിംഗ് ദ സിസ്റ്റം എബൌട്ട് Z ആക്സിസ് വിത്ത് ആൻ ഫൈനൈറ്റ് ആംഗിൾ ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നമ്മൾ ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ് എബൌട്ട് Z ആക്സിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്റ്റേറ്റ് ഇനീഷ്യലി ആൽഫ ആയിരുന്ന സ്റ്റേറ്റ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ആ ചേഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൽഫ R എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ആഫ്റ്റർ റൊട്ടേഷൻ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ആണിത്. ഓക്കെ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അവർ റൊട്ടേഷൻ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ആൽഫ അല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ ആൽഫയുടെ മുകളിൽ നമ്മുടെ Z ആക്സിസിൻ്റെ എബൌട്ടായിട്ട് ആംഗിളിൽ റൊട്ടേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ അല്ലേ. ഇറ്റ് ആക്ടിങ് ഓൺ അവർ ഇനീഷ്യൽ സ്റ്റേറ്റ് വിൽ ഗിവ് us ദ റൊട്ടേറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ DZ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും വരിക? DZ വിൽ ടേക്ക് ദ ഫോം, നമുക്കറിയാം ഡിയുടെ കറസ്പോണ്ടിങ് ഫോം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ്പോണൻഷ്യൽ I(J.N) അല്ലേ. J.N φ/h ക്രോസ് ആണ്. അവിടെ J.N എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് n ക്യാപ്പ് ഡയറക്ഷനിലാണ്. ഒരു യൂണിറ്റ് വെക്ടറാണ് n ക്യാപ്പ് എന്ന് നമ്മൾ പറഞ്ഞത്. ആ n ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആണെങ്കിൽ അവിടെ J.N. അപ്പോൾ ഇവിടെ നമുക്ക് J എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പിൻ ഹാഫിൻ്റെ കേസിൽ നമുക്കുള്ള ആളാരാണ്? S ആണ് അല്ലേ. S എന്ന് പറയുന്ന സ്പിൻ ആംഗുലാർ മൊമെൻറ്റമാണ്. അപ്പം Z ഡയറക്ഷൻ്റെ എബൌട്ട് ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ ആരുടെ കമ്പണൻറ്റ് വരും? Z കമ്പണൻറ്റ് ഓഫ് സ്പിന്ന് വരും. ഓക്കെ, എക്സ്പോണൻഷ്യൽ -I(SZ φ/h ക്രോസ് എന്ന് വരും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ആഫ്റ്റർ റൊട്ടേഷനിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ സ്റ്റേറ്റ് ആൽഫ. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഒന്ന് നോക്കാം. എക്സ്പെക്റ്റേഷൻ വാല്യൂസ് നോക്കുന്ന സമയത്ത് SXൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണെന്ന് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, SXൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ളത് ആവറേജ് SX എന്നുള്ളതാണ്. അത് നമ്മുടെ റൊട്ടേഷന് ശേഷം ആവറേജ് SX എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ബിഫോർ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും വരിക? ആവറേജ് SX എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബ്രാ ആൽഫ SX കെറ്റ് ആൽഫ അല്ലേ. ഇതാണ് ആവറേജ് SX എന്ന് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ റൊട്ടേഷൻ നമ്മുടെ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്തായിട്ട് മാറി? ആൽഫ R അല്ലേ, റൊട്ടേറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി. സോ നമ്മുടെ SX എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷൻ SX എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി ആൽഫ ബ്രാ ആൽഫ R SX കെറ്റ് ആൽഫ R അല്ലേ. ഇതായിരിക്കും നമ്മുടെ റൊട്ടേഷന് ശേഷമുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഓക്കെ,
സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എസ് എക്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ റൊട്ടേഷൻ ഇറ്റ് വിൽ ബി ദിസ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ആൽഫ ആർ എന്താണെന്നുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഡി സെഡ് ഫൈ ഓഫ് ആൽഫയാണ് അല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഇവിടെ കെറ്റ് ആൽഫ ആറിനെ നമുക്ക് ഡി സെഡ് ഫൈ ഓഫ് ആൽഫ എന്ന് എഴുതാം. ദെൻ ബ്രാ ആൽഫ ആറാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതണം? ഡി സെഡ് ഡാഗർ ഫൈ ആക്ടിങ് ഓൺ ബ്രാ ആൽഫ അല്ലേ. ഇയാൾ നമ്മുടെ ഡ്യുവൽ സ്പേസിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാം? കെറ്റുള്ളത് ബ്രായാവും. അതുപോലെ തന്നെ ഈ ഒരു ആളുടെ ഡ്യുവൽ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ വി ഹാവ് കെറ്റ് ആൽഫ ആർ ഇസ് ഈക്വൽ ടു ഡി സെഡ് ഓഫ് ഫൈ ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ. ഓക്കെ, so correspondingly we will have bra alpha r rotated state in the bra is equal to d z dagger of phi acting on bra alpha. Okay, so അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ ആവറേജ് എസ് എക്സ് മാറും. ശ്രദ്ധിക്കണേ, റൊട്ടേഷന് ശേഷമുള്ള ആവറേജ് എസ് എക്സ് ആണിത്. ഓക്കെ, ദെൻ നമുക്ക് ഡി സെഡിൻ്റെ ഫോം നമുക്കറിയാം. ഡി സെഡ് ഓഫ് ഫൈ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഡി സെഡ് ഓഫ് ഫൈ ഇതാണെങ്കിൽ അതിൻ്റെ ഡാഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മൈനസ് ഐ ഉള്ളത് എന്തായിട്ട് മാറും? പ്ലസ് ഐ ആയിട്ട് മാറും അല്ലേ. സോ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഡി സെഡ് ഡാഗർ ഓഫ് ഫൈ എസ് എക്സ് ഡി സെഡ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഡി സെഡ് ഓഫ് ഫൈക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡി സെഡ് ഡാഗർ എന്ന് പറയുമ്പം പ്ലസ് മൈനസ് ഐ ഉള്ളത് പ്ലസ് ഐ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇയാളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് ആക്ച്വലി നമുക്കൊരു എന്തുണ്ട്, ഒരു ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ശരിക്കും അതിനൊരു എക്സ്പ്രഷൻ വരുന്നുണ്ട്. ആ എക്സ്പ്രഷൻ വെച്ച് നമുക്കിത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ചെയ്യുന്നത്, നമുക്ക് ഈ എസ് എക്സിൻ്റെ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. എസ് എക്സിന് നമ്മളൊരു ഫോം പറഞ്ഞു, ഈ ഇരിക്കുന്ന ഫോം h×2 ഇൻറ്റു ദിസ് ഫോം. ഓക്കെ, നമ്മൾ ആ ഫോം എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സോ h×2 ഇൻറ്റു ദിസ് അല്ലേ. ഇവിടുത്തെ എസ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, h×2 ഇൻറ്റു ദിസ്. ഓക്കെ, ബാക്കി ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും അവിടെ തന്നെ ഉണ്ട്. സോ ഈ ഒരു ഫോമിൽ നമ്മളതിനെ എഴുതുന്നു. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ പ്ലസ് വരുന്നുണ്ടല്ലോ. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ രണ്ട് ടേംസായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഈ ഒരു രീതിയിൽ രണ്ട് ടേംസായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലെന്ത് ചെയ്യാം? ഈ ഓപ്പറേഷൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ജസ്റ്റ് ഈ എസ് എക്സ് എന്ന് പറയുന്ന ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഓപ്പറേഷൻസ് ചെയ്യുക എന്ന് പറയുമ്പം ഈ ഒരു ഓപ്പറേറ്റർ എക്സ്പൊണൻഷ്യൽ ഐ എസ് സെഡ് 5/h× എന്ന് പറയുന്ന ആൾ ഈ പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. അതുപോലെ ഈ ഓപ്പറേറ്റർ ഈ ബ്രായുടെ മുകളിൽ ആക്ട് ചെയ്യും. നമുക്കറിയാം കെറ്റിൻ്റെ മുകളിൽ ഓപ്പറേറ്റർ ലെഫ്റ്റിൽ നിന്നും ബ്രായുടെ മുകളിൽ ഓപ്പറേറ്റർ റൈറ്റിൽ നിന്നുമാണ് ആക്ട് ചെയ്യുക അല്ലേ. സോ ഇയാൾ ഈ പ്ലസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. അതുപോലെ ഇയാൾ മൈനസിൻ്റെ മുകളിലും ആക്ട് ചെയ്യും. ഓക്കെ, സെയിം ഇൻ ദ കേസ് ഓഫ് ദ സെക്കൻഡ് ടേമിലും അങ്ങനെ തന്നെ വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് h×2 അവിടെ ഉണ്ടാവും. ഇനി ഇയാൾ പ്ലസിൻ്റെ മുകളിൽ ആക്ട് ചെയ്താൽ എന്താ വരിക? നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സ്പൊണൻഷ്യൽ ഐ എസ് സെഡ് 5/h× അല്ലേ, ആക്ടിങ് ഓൺ കെറ്റ് പ്ലസ് എന്തായിരിക്കും വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു എസ് സെഡിൻ്റെ നമുക്കറിയാം. എസ് സെഡ് എന്ന് പറയുന്ന ആൾ പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? +h×2 ഇൻറ്റു പ്ലസ് എന്നാണ് കിട്ടുക അല്ലേ, കെറ്റ് പ്ലസ്. അതായത് എസ് സെഡിൻ്റെ ഐഗൺ സ്റ്റേറ്റ് ആണ് ആര്? ഈ പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലേ. സോ വിത്ത് ദാറ്റ് ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എക്സ്പൊണൻഷ്യൽ ഐ ഈ എസ് സെഡ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പം h×2 5 ഡിവൈഡഡ് ബൈ h× അല്ലേ ഇൻറ്റു കെറ്റ് പ്ലസ് എന്ന് വരും. നമുക്കറിയാം എ ആക്ടിങ് ഓൺ എ സ്റ്റേറ്റ് നമുക്ക് എ ഡാഷ് കെറ്റ് എ ഡാഷ്. ഓക്കെ, എ ആക്ടിങ് ഓൺ എ ഡാഷ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് ഇതാണ് തരുന്നതെങ്കിൽ വി ഹാവ് എക്സ്പൊണൻഷ്യൽ എ ആക്ടിങ് ഓൺ കെറ്റ് എ ഡാഷ് എന്തായിരിക്കും? ഇറ്റ് ഈസ്
നത്തിങ് ബട്ട് ഇ റേസ് ടു എ ഡാഷ് ഗെറ്റ് എ ഡാഷ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ എച്ച് ക്രോസും ക്യാൻസലായി പോവും. വി വിൽ ഹാവ് എക്സ്പൊണൻഷ്യൽ i5/2 ഇൻറ്റു ഗെറ്റ് പ്ലസ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതേപോലെ നമ്മുടെ ബ്രായുടെ കേസിൽ വരും, അതുപോലെ മൈനസിൻ്റെ കേസിലും വരും. ഓക്കെ, അപ്പം അതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇതിനകത്ത് നമ്മുടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇയാൾ പ്ലസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതാണ്. അയാൾ പ്ലസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു i5/2 ഗെറ്റ് പ്ലസ് വരും. ഓക്കെ, ഇനി നമുക്ക് അതേ ടേമിൽ തന്നെ ഇയാൾ ബ്രാ മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇയാൾ ബ്രാ മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇവിടെ SZ ആണ്. SZ മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ ആരാണ് പുറത്തേക്ക് വരിക? -h×2 ആണ് വരിക അല്ലേ. അപ്പം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഗെയിൻ അവിടെ എന്ത് കിട്ടും? എക്സ്പൊണൻഷ്യൽ i5/2 തന്നെ കിട്ടും. ഓക്കെ, പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോംപ്ലിക്കേഷൻ തോന്നാം, പക്ഷേ എഴുതി നോക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ടേമിലും അതുപോലെ തന്നെ ആദ്യം ആരാണ്? എക്സ്പൊണൻഷ്യൽ SZ 5/h× മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക. മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ -h×2 വരും. അതുകൊണ്ട് അവിടെ നമുക്ക് ആര് കിട്ടും? ഇ റേസ് ടു -i5/2 ആണ് വരിക. ഓക്കെ, ഇവിടെയും അതുപോലെ ദിസ് വൺ ആക്ടിങ് ഓൺ ബ്രാ പ്ലസ് ആണ്. സോ അവിടെയും നമുക്ക് ഇ റേസ് ടു -i5/2 ആണ് വരിക. ഓക്കെ, സോ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇ റേസ് ടു i5/2 ഇൻറ്റു ഇ റേസ് ടു i5/2. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ദിസ് ഇസ് നോ മോർ എൻ ഓപ്പറേറ്റർ അല്ലേ. നേരത്തെ SZ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരിക്കലും ഇയാളെ ഇപ്പുറത്തിരിക്കുന്ന ആളെ എടുത്തിട്ട്, അതായത് ഈ ഒരു ടേമിൽ ഇയാളെ എടുത്ത് നമുക്ക് ഇപ്പുറത്ത് എഴുതാൻ പാടില്ലായിരുന്നു. കാരണം എന്താണ്? ദീസ് ആർ ഓപ്പറേറ്റേഴ്സ് അല്ലേ, ഓപ്പറേറ്റേഴ്സാണ്. സോ ഇയാളെ എടുത്ത് നമുക്ക് ഒരിക്കലും ഇവിടെ എടുത്ത് എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇവർ അല്ലേ. ദീസ് ആർ നോ ലോങ്ങർ ഓപ്പറേറ്റേഴ്സ്. സോ ഇവരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പം ഇത് രണ്ടും കൂടെ എന്തായിട്ട് മാറും? ദിസ് ഇസ് എക്സ്പൊണൻഷ്യൽ i5 ആയിട്ട് മാറും അല്ലേ. ഈ ഒരു സംഭവം അവിടെ ഉണ്ടാവും. അതുപോലെ ഈ ടേമിൽ ഇത് രണ്ടും കൂടെ എന്താവും? എക്സ്പൊണൻഷ്യൽ -i5 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൈനിൻ്റെയും കോസിൻ്റെയും നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു i θ മൈനസ് ഇ റേസ് ടു -i θ/2i എന്ന് എഴുതാം അല്ലേ. അതുപോലെ കോസ് തീറ്റേനെ നമുക്ക് ഇ റേസ് ടു i θ പ്ലസ് ഇ റേസ് ടു -i θ/2 എന്നും എഴുതാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഈ ഒരു ആൾക്ക് എക്സ്പൊണൻഷ്യൽ i5നെയും അതുപോലെ എക്സ്പൊണൻഷ്യൽ -i5നെയും നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറും. ഓക്കെ, എക്സ്പൊണൻഷ്യൽ i5നെയും അതുപോലെ എക്സ്പൊണൻഷ്യൽ -i5നെയും നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് അത് വരുന്നത്? സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. ഏതാണ്? നമുക്കറിയാം സൈൻ തീറ്റ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇ റേസ് ടു i θ പ്ലസ് അല്ല മൈനസ് ഇ റേസ് ടു -i θ/2i ആണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇ റേസ് ടു i θ പ്ലസ് ഇ റേസ് ടു -i θ/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഇയാളെ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇ റേസ് ടു i θ ആണ് അല്ലേ. ഇ റേസ് ടു i θ വരും. അതുപോലെ കോസ് തീറ്റ മൈനസ് i സൈൻ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു -i θയും കിട്ടും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിന് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ എന്തായിരുന്നു? നമ്മുടെ തുടങ്ങിയ ഓപ്പറേഷൻ എന്തായിരുന്നു? ദിസ് വൺ അല്ലേ, dz ഡാഗർ ഓഫ് ഫൈ sx dz ഓഫ് ഫൈ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? sx ഇൻറ്റു കോസ് ഫൈ. ഇവിടെ നമുക്ക് ഇയാൾ sx ആണ്. ഓക്കെ, sx ഇൻറ്റു കോസ് ഫൈ മൈനസ് sy ഇൻറ്റു സൈൻ ഫൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ കൊണ്ടുപോയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ പോയിരുന്നത് അല്ലേ. ഈ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ ഈ സെൻറ്ററിൽ വരുന്ന ടേംസാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ഈ ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്തത്. അത് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ച് നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇയാളെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും?
ദിസ് ഇസ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, ഇത് മൊത്തത്തിലാണ്, അതായത് ബ്രാ ആൽഫ, ദെൻ ഇത് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നതാണ് ഈ ഒരു സംഭവം അല്ലേ. സോ ബ്രാ ആൽഫ എസ് എക്സ് കോസ് ഫൈ ബ്രാ ആൽഫ എസ് എക്സ് കോസ് ഫൈ മൈനസ് എസ് വൈ സൈൻ ഫൈ കെറ്റ് ആൽഫ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഫൈ ബ്രാ ആൽഫ എസ് എക്സ് കെറ്റ് ആൽഫ മൈനസ് സൈൻ ഫൈ ബ്രാ ആൽഫ എസ് വൈ കെറ്റ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെക്റ്റേഷൻ എസ് വൈ ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെക്റ്റേഷൻ എസ് എക്സ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ബിഫോർ റൊട്ടേഷനുള്ള സ്റ്റേറ്റുകളാണ് അല്ലേ. ആഫ്റ്റർ റൊട്ടേഷൻ ആണെങ്കിൽ അതിനെന്ത് വരും, 6 വരുന്നുണ്ട്. ഓക്കെ, സോ ബിഫോർ റൊട്ടേഷനിലുള്ള എസ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷനും എസ് വൈയുടെ എക്സ്പെക്റ്റേഷനുമാണ് ഇത്. ഓക്കെ, സോ വി ഹാവ് ആഫ്റ്റർ റൊട്ടേഷൻ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് എക്സ് ഈസ് expectation sx before rotation into cos phi minus expectation sy before rotation into sin phi. ഓക്കെ, സോ എന്ന് പറയുമ്പം ആ ഒരു റൊട്ടേഷൻ സെഡിന് എബൌട്ട് ആയിട്ടുള്ള ആ ഒരു റൊട്ടേഷൻ നമ്മുടെ എസ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റേഴ്സിൻ്റെ ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു ആളെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ അത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പൊണൻഷ്യൽ സംതിങ് ഇൻറ്റു അനദർ ഓപ്പറേറ്റർ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ സംതിങ്, ഈ ഒരു ഫോമിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അത്രയും ഒന്നും വരില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതേ പ്രൊസീജിയറിൽ നമുക്ക് എസ് വൈൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. ദെൻ എസ് സെഡിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, നമ്മുടെ സെഡിന് എബൌട്ടായിട്ടാണ് നമ്മുടെ റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആഫ്റ്റർ റൊട്ടേഷൻ എക്സ്പെക്റ്റേഷൻ എസ് സെഡ് നോക്കുമ്പം ഇറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ എസ് സെഡ് ബിഫോർ റൊട്ടേഷൻ, അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഓപ്പറേറ്റർ സെഡ് ആക്സിസിന് എബൌട്ടായിട്ട് നമ്മൾ ആ ഒരു റൊട്ടേഷൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തു അല്ലേ. ആ റൊട്ടേഷൻ ഓപ്പറേറ്റർ അപ്ലൈഡ് ടു ദ സ്റ്റേറ്റ് ഗെറ്റ് എന്ത് ചെയ്യും, ഇറ്റ് റൊട്ടേറ്റ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് അല്ലേ. എസിൻ്റെ സ്പിന്നിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അറൗണ്ട് ദ സെഡ് ആക്സിസ് അല്ലേ, ബൈ എൻ ആംഗിൾ ഫൈ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എസ് എക്സിൻ്റെ ഒന്ന് നോക്കേ, എസ് എക്സിൻ്റെ എങ്ങനെ വന്ന് കോസ് ഫൈ മൈനസ് സൈൻ ഫൈ വന്നു, ദെൻ കോസ് ഫൈ സൈൻ ഫൈ വന്നു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊന്ന് ആ 3 ഇക്വേഷൻസും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ, അതായത് ആവറേജ് എസ് എക്സ് ഈക്വൽ ടു ആവറേജ് എസ് എക്സ് കോസ് ഫൈ മൈനസ് ആവറേജ് എസ് വൈ സൈൻ ഫൈ, ദെൻ ആവറേജ് എസ് വൈ എന്ന് പറയുന്നത് ആഫ്റ്റർ റൊട്ടേഷനാണ്, ഈക്വൽ ടു ആവറേജ് എസ് എക്സ് സൈൻ ഫൈ പ്ലസ് ആവറേജ് എസ് വൈ കോസ് ഫൈ, ദെൻ ദിസ് ഹാസ് നോ ചേഞ്ച് അല്ലേ. ആ 3 എണ്ണം ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ക്ലാസിക്കൽ വെക്റ്റർ ഓൺ റൊട്ടേഷൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക ആ സെയിം ബിഹേവിയർ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളതിനെ ഈ ഒരു രീതിയിൽ ആവറേജ് എസ് കെ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൽ ആർ കെ എൽ ആവറേജ് എസ് എൽ എന്ന് എഴുതും. വേർ ദിസ് ആർ കെ എൽ ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് 3x3 ഓർത്തോഗണൽ മാട്രിക്സ് ദാറ്റ് സ്പെസിഫൈസ് ദ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആക്ച്വലി സ്പിൻ ഹാഫിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ റൊട്ടേഷൻ്റെ ജനറേറ്ററായ ഏതൊരു ഓപ്പറേറ്ററിനും ആ ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻ ഒബേ ചെയ്യുന്ന റൊട്ടേഷൻ്റെ ജനറേറ്ററായ ഏതൊരു ഓപ്പറേറ്ററിനും നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, സോ ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയ പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ഒരു ആർബിട്രറി സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ റൊട്ടേഷൻ ഓപ്പറേറ്റർ ഒരു ആർബിട്രറി സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ജനറൽ കെറ്റ്, ഇനീഷ്യൽ കെറ്റ് ഒരു ആൽഫ നമ്മൾ എടുത്തു. ഈ ആൽഫ എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. നമ്മൾ ബേസിസ് ഇപ്പം ഒരു എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഏതൊരു ആർബിട്രറി സ്റ്റേറ്റിനെയും
ആ ബേസിസിൻ്റെ ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കെറ്റ് ആൽഫ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ പ്രൈം എന്ന് പറയുന്ന ഐഗൺ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുത്തത് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതൊരു ആർബിട്രറി സ്റ്റേറ്റ് ആൽഫേനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ എ പ്രൈമിൻ്റെ ടേമിൽ, എ പ്രൈം എന്ന് പറയുന്നത് ഒരാളല്ല അല്ലേ, ഈ എയുടെ ഐഗൺ സ്റ്റേറ്റ്സ് എല്ലാം വരും, അതിൻ്റെ ടേമിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളവിടെ കംപ്ലീറ്റ്നെസ് റിലേഷൻ എന്തായിരുന്നത്, ഈക്വൽ ടു 1 എന്ന് പറയുന്ന കംപ്ലീറ്റ്നെസ് റിലേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഈ കെറ്റ് ആൽഫ എന്ന് പറയുന്ന ആളെ വി ക്യാൻ ആക്ച്വലി റൈറ്റ് ഇറ്റ് ആസ് സമ്മേഷൻ ഓവർ എ പ്രൈം കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം ഇൻറ്റു കെറ്റ് ആൽഫ എന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് ദിസ് ഇസ് 1 അല്ലേ, ഇത് 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്, കംപ്ലീറ്റ്നെസ് റിലേഷനാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദിസ് ഫോം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ ആരാണ്, എസ് സെഡ് ആണ്, സെഡ് കമ്പണൻ്റ് ഓഫ് സ്പിൻ ആണ്. ആൻഡ് നമ്മുടെ ഈ സ്റ്റേറ്റുകൾ എ പ്രൈം എന്ന് പറയുന്ന ഐഗൺ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കെറ്റ് പ്ലസും കെറ്റ് മൈനസും, ഇത് രണ്ടുമാണ് നമ്മുടെ സ്റ്റേറ്റുകൾ. ഓക്കെ, സോ ഇവരുടെ രണ്ടുപേരുടെയും ടേമിൽ നമ്മൾ നമ്മുടെ ആൽഫ എന്ന് പറയുന്ന ആർബിട്രറി കെറ്റിനെ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരിക, കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കേസിൽ എങ്ങനെ വരും, ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റിലെ ഐഗൺ സ്റ്റേറ്റ് ആരാണ്, പ്ലസ് ആണ് അല്ലേ. അപ്പോൾ പ്ലസ് ബ്രാ പ്ലസ് ആൽഫ, ദെൻ അടുത്ത ആളാരാ, നമുക്ക് എത്രത്തോളം ഐഗൺ സ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും ടേമിൽ ഇത് വരുന്നുണ്ട് അല്ലേ, സമ്മേഷൻ വരുന്നുണ്ട്. അടുത്തത് വരും മൈനസ് ആൽഫ എന്ന് വരും അല്ലേ. ഇതാണല്ലോ നമ്മുടെ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ആർബിട്രറി സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ സെഡ് ഡയറക്ഷനിൽ 5 ആംഗിളിലുള്ള റൊട്ടേഷൻ്റെ ഓപ്പറേറ്ററിനെ ആക്ട് ചെയ്യിക്കുകയാണ്. കുറച്ച് സ്പീഡിൽ പറയുകയാണ്, കാരണം ഈ ആക്ഷനൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇയാൾ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യിക്കുകയാണ്. ആൽഫേനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോമിൽ എഴുതി കഴിയുമ്പം എഗെയിൻ നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു ഓപ്പറേറ്റർ ലെഫ്റ്റിലാണ് വരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റിൻ്റെ മുകളിലാണ് ആക്ട് ചെയ്യുക അല്ലേ. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ദിസ് ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ദിസ് ആൻഡ് ദിസ് ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ ദിസ് അല്ലേ. അങ്ങനെ ആക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പം അതായത് ഈ ഒരു ഓപ്പറേറ്റർ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. ഇനി നമ്മുടെ ഈ ഒരു ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഈ ഒരു ഓപ്പറേറ്റർ ഇയാളുടെ മുകളിലും അതുപോലെ ഇയാളുടെ മുകളിലും ആക്ട് ചെയ്യുമ്പോഴുള്ള റിസൾട്ട്സാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഫൈ എന്ന് പറയുന്ന ആംഗിൾ 2π ആയിരുന്നു എന്ന് വിചാരിക്കാം. 2π ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, e⁻⁻ വരും അല്ലേ. ഇവിടെയും e⁻⁻ വരും. ഈ e⁻⁻യും e⁻⁻ ഒക്കെ എന്താണ്, കോസ് π ആണ് അല്ലേ, -1 ആണ്. sin π 0 ആണ്. സോ ഇറ്റ് ഈസ് -1. സോ ഫോർ φ = 2π നമ്മുടെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക ആൽഫ റൊട്ടേറ്റഡ് എന്ന് പറയുന്നത് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും, മൈനസ് ആൽഫ ആയിരിക്കും. അതായത് ഒരു നെഗറ്റീവ് സൈൻ കിട്ടും. ഇനി നേരെ മറിച്ച് നമ്മുടെ φ 4π ആയിരുന്നു എന്ന് വിചാരിക്കാം. φ 4π ആയിരുന്നെങ്കിൽ നമുക്ക് ഈ എക്സ്പൊണൻഷ്യലിൻ്റെ വാല്യൂ കിട്ടുക 1 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2π റൊട്ടേഷനിൽ നമ്മുടെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു നെഗറ്റീവ് സൈൻ വെച്ച് ഡിഫർ ചെയ്യും. ഓക്കെ, ഇനി 4π റൊട്ടേഷനിലായിരുന്നുവെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റും റൊട്ടേറ്റഡ് സ്റ്റേറ്റും സെയിം ആണ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഈ റൊട്ടേഷന് വരുന്ന ആക്ഷൻ. ആ റൊട്ടേഷൻ കാരണം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റിൽ എന്ത് വരും, ചേഞ്ച് വരും. ഇനി ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പിൻ പ്രെസിഷൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം. അവിടെ നമുക്ക് ഹാമിൽട്ടോണിയൻ വരുന്നത് ω/SZ എന്നായിരുന്നു. ഓക്കെ, ആൻഡ് അവിടുത്തെ നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഇതായിരുന്നു, എക്സ്പൊണൻഷ്യൽ -IHT/h×. അവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് ω/SZ എന്ന് കൊടുക്കാം. ഇതായിരുന്നു ഓപ്പറേറ്റർ. ഈ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ റൊട്ടേഷൻ ഓപ്പറേറ്ററുമായിട്ട്, സെഡിൻ്റെ അബൌട്ട് ആയിട്ടുള്ളതാണ്, റൊട്ടേഷൻ ഓപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും
ഇവിടെ ഫൈ എന്ന് പറയുന്ന ആൾക്ക് ഒമേഗ ടി കൊടുത്തു കഴിഞ്ഞാൽ ദീസ് ടു ആർ ദ സെയിം അല്ലേ. ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററും നമ്മുടെ റൊട്ടേഷൻ ഓപ്പറേറ്ററും സെയിം ആണ് അല്ലേ, വിത്ത് ഒമേഗ ഫൈ ഈക്വൽ ടു ഒമേഗ ടി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹാമിൽട്ടോണിയൻ ഒമേഗ എസ് സെഡ് എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ നമുക്ക് അന്ന് വന്നപ്പോൾ അവിടെ സ്പിൻ പ്രസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റൊട്ടേഷൻ ഓപ്പറേറ്റർ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹാമിൽട്ടോണിയന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയത്, സ്പിൻ പ്രസിഷൻ കിട്ടാൻ കാരണം. ഓക്കെ, സോ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി എസ് എക്സിൻ്റെ എസ് വൈയുടെ എസ് സെഡിൻ്റെ ഒക്കെ ആവറേജ് കണ്ടു. അതിലൊക്കെ ആ കോസ് ഫൈ സൈൻ ഫൈ വന്നിടത്തൊക്കെ ഒമേഗ ടി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഇവിടെ നോക്കുക, ഇതിൽ നമ്മൾ ഒമേഗ ടി എന്ന് പറയുന്ന ആൾ 2π വന്നു കഴിഞ്ഞാൽ, ഒമേഗ ടി 2π വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് വരും, ഈ ഒരു പാർട്ട് 0 ആയിപ്പോവും. ദിസ് വിൽ ബി എസ് എക്സ് തന്നെ വരും അല്ലേ. അതുപോലെ ഇവിടെ ആണെങ്കിലും എസ് വൈ ഇനീഷ്യൽ എസ് വൈ തന്നെ ആയിട്ട് വരും. ഓക്കെ, അതായത് ഒമേഗ ടി എന്ന് പറയുന്ന ആൾ 2π ആണെങ്കിൽ കോസ് 2π 1 ആണ് അല്ലേ, കോസ് 2π 1 ആണ്, സൈൻ 2π 0 ആണ്. സോ ഒമേഗ ടി ഈക്വൽ ടു 2π ആകുമ്പം നമ്മുടെ സ്പിന്ന് ആഫ്റ്റർ എ ടൈം ടിയിലുള്ള സ്പിന്നും ഇനീഷ്യൽ സ്പിന്നും ഈക്വൽ ആവും. എസ് എക്സ് എസ് വൈയും എസ് സെഡും അതെ, എസ് സെഡ് ഓൾറെഡി ഈക്വൽ ആണ്. ഓക്കെ, സോ ആഫ്റ്റർ ടി ഈക്വൽ ടു ഒമേഗ ടി 2π ആവുക എന്ന് പറയുമ്പോൾ ടി എത്രയാണ്, 2π ഒമേഗയാണ് അല്ലേ. സോ ആഫ്റ്റർ ടി ഈക്വൽ ടു 2π ഒമേഗ സ്പിൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കാരണം ആ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്തായിരുന്നു സ്പിൻ ഉണ്ടായിരുന്നത് അത് തന്നെ കിട്ടുന്നുണ്ട്. സോ ആഫ്റ്റർ ടൈം ടി ഈക്വൽ ടു 2π ഒമേഗ സ്പിൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മൾ ഇനി സ്റ്റേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ആർബിട്രറി സ്റ്റേറ്റിൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമുക്ക് e⁻⁻²-i⁵/2ഉം ഇവിടെ +i⁵/2 ആണ് വന്നത്. ആ ഫൈ ഉള്ളിടത്ത് നമ്മൾ ഒമേഗ ടി വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ടി ഈക്വൽ ടു 2π ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് എന്താ വന്നത്, -α ആവുന്നത്. ഓക്കെ, ടി ഈക്വൽ ടു 4π ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് ആൽഫ രണ്ടും സെയിം ആണ്. ഈ ഇവിടുത്തെ ഈ ഒമേഗ ടി ആലോചിച്ചാൽ മതി. ഇവിടെ ടി ഈക്വൽ ടു നമ്മൾ 2π ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് ആയിരിക്കും. ടി ഈക്വൽ ടു 4π ഒമേഗ കൊടുക്കുമ്പോൾ രണ്ടും ഈക്വൽ ആവുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻ എന്ന് പറയുന്ന ആൾ ഈ ഒരു ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്പിന്നിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ സ്റ്റേറ്റ് കെറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്താ പീരീഡ് കൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ ഈ ഒരു ടൈം ടി ഈക്വൽ ടു 2π ഒമേഗ കഴിയുമ്പം സ്പിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷൻ തന്നെ റിറ്റെയിൻ ചെയ്യും അല്ലേ. അതേപോലെ ടി ഈക്വൽ ടു 4π ഒമേഗ കഴിയുമ്പം ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റ് ഇനീഷ്യൽ ടൈമിലെ സ്റ്റേറ്റിന് ഈക്വൽ ആവും. സോ വി ക്യാൻ സേ പീരീഡ് ഓഫ് സ്പിൻ പ്രസിഷൻ ഈസ് 2π ഒമേഗ ആൻഡ് പീരീഡ് ഓഫ് സ്റ്റേറ്റ് കെറ്റ് ഈസ് 4π ഒമേഗ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക.